കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഏവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കേരളത്തിൽ മതമേഖലയിൽ, ക്രിസ്തീയ മതമേഖലയിൽ ഇന്ന് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മഹാമാരി, ഒരു സംക്രമരോഗം, ഒരു ശാപം, ഒരു അന്ധകാരം, അതിൻ്റെ ഒരു പ്രതിനിധിയെ മാത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അത് സംബന്ധമായ ചില ആത്മീയ സത്യങ്ങൾ ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ലക്ഷ്യം. മുഖവുരയില്ലാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന പ്രവാചകൻ്റെ മോന്ത നിങ്ങൾ ഒന്ന് കാണുവീൻ. ഇദ്ദേഹത്തിൻ്റെ പേര് പ്രോഫറ്റ് ജിനു ജോസ് എന്നാണ്. പ്രോഫറ്റ് ജിനു ജോസ്. നിങ്ങൾ ഇദ്ദേഹത്തെ വളരെ സൂക്ഷ്മമായി ദർശിക്കുകയും ഇദ്ദേഹത്തിൻ്റെ മുഖം മാത്രമല്ല, ശരീരത്തിൻ്റെ ആർക്കിടെക്ചർ, പിന്നെ വസ്ത്രത്തിൻ്റെ ഗെറ്റപ്പ്, ആകപ്പാടെയുള്ള നിപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇദ്ദേഹം ഇങ്ങനെ കൊഴുത്ത് വീർത്ത് നിൽക്കുന്ന ഈ പ്രവാചകൻ്റെ മുഖവും ആകൃതിയും, പിന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വികൃതിയും, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മാത്രമേ ഈ പ്രവാചകനായ ജിനോ ജോസ്, പേര് മറക്കരുത്, ജിനോ ജോസ് എന്ന ഈ പ്രതിഭാസത്തെ നിങ്ങൾക്ക് വേണ്ടതുപോലെ ഒന്ന് പിടികിട്ടുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ സ്വന്തം ത്രിത്വം അല്ലെങ്കിൽ ട്രിനിറ്റി എന്താണ്? നാം സ്നേഹിക്കുന്ന കേരളത്തിൻ്റെ തനതായ, കേരളത്തിൻ്റെ സ്വന്തമായ ത്രിത്വം അല്ലെങ്കിൽ ട്രിനിറ്റി എന്താണ്? ഒന്ന്, ലോട്ടറി, ലിക്കർ. രണ്ട്, ലിക്കർ, ലോട്ടറി, ലിക്കർ. ആദ്യം ലിക്കർ, രണ്ടാമത് ലോട്ടറി, മൂന്നാമത് പ്രോസ്പെരിറ്റി ഗോസ്പൽ. ഇത് മൂന്നും കൂടെ ആകുമ്പോൾ കേരളത്തിൻ്റെ സ്വന്തം ത്രിത്വം അല്ലെങ്കിൽ ട്രിനിറ്റി ശരിയാകും. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് സംഭവിച്ച വലിയ അധഃപതനത്തിൻ്റെ 3 സൂചനകളാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ 3 മേഖലകളെയും നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിന് പൊതുവായൊരു ഘടകമുണ്ട്. അതായത് കള്ളും, ലോട്ടറിയും, പ്രോസ്പെരിറ്റി ഗോസ്പൽ കൊണ്ട് നടക്കുന്ന ആളുകളും. ഇതിൻ്റെ ഈ 3 പ്രതിഭാസങ്ങളെയും നിങ്ങൾ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ ഇതിൽ വർത്തിക്കുന്ന ഘടകം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഘടകങ്ങൾ ഒന്ന്, ഈ 3 മേഖലകളിൽ കടന്നു ചെന്ന് കോടികൾ കൊയ്യാൻ ഒരു കഴിവും ആവശ്യമില്ല. യഥാർത്ഥത്തിലുള്ള ഒരു കഴിവും ആവശ്യമില്ല. ബുദ്ധി വേണ്ട, ജ്ഞാനം വേണ്ട, ലജ്ജ പോലും വേണ്ട, തൊലിക്കട്ടി മാത്രം മതി. പിന്നെ മനുഷ്യൻ്റെ അത്യാർത്തിയെ ചൂഷണം ചെയ്യാനുള്ള കഴിവും വേണം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മദ്യവും ലോട്ടറിയും പ്രോസ്പെരിറ്റി ഗോസ്പലും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ ഘടകം, ഈ 3 മേഖലകളെയും അടക്കി ഭരിക്കുന്ന ഏക കരുതൽ അല്ലെങ്കിൽ പ്രത്യാശ, അമിതമോഹം, കവറ്റസ്നെസ്. ആളുകൾ കള്ള് വിൽക്കുന്നത് ഒരു സംസ്ഥാനത്തിന് നന്മ വരാനല്ല. ലോട്ടറി ടിക്കറ്റ് വിട്ടതുകൊണ്ടോ ലോട്ടറി അടിച്ചതുകൊണ്ടോ ഒരു രാജ്യം, ഒരു സംസ്ഥാനം വികസിക്കുകയില്ല. അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ പുറകെ പോയ ആരും ഗുണപ്പെട്ടിട്ടില്ല. ഇത് 3 തുല്യമാണ്, ഇത് 3 ഒന്നുപോലെയാണ്
എന്നതാണ് ഈ എളിയവൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ 3 കാര്യങ്ങളിലാണ് കേരളത്തിൻ്റെ പ്രത്യാശ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ കേരളത്തെ സ്നേഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ചങ്കുണ്ടെങ്കിൽ ചങ്ക് പൊടിഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ ആരും ഇത് വേണ്ടതുപോലെ ഗൗനിക്കുന്നില്ലല്ലോ എന്നോർത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയാണ്. ഏതായാലും നമുക്ക് ഈ അപ്പോസ്തലൻ്റെ തരികിട ശുശ്രൂഷയിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്താം. എന്നാൽ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ടാകുന്നതായിരിക്കും ഉചിതം. നിങ്ങൾ ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഒന്ന് പരിശോധിച്ചാൽ അതിന് 2 കാലുകളുണ്ട്. 2 കാലുകളിൽ മേലാണ് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ നടക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങളത് കൂട്ടിച്ചേർത്ത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ഹ്രസ്വമായി സൂചിപ്പിക്കട്ടെ. ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ നടക്കുന്ന ഒരു കാല് അത്ഭുത രോഗശാന്തി ശുശ്രൂഷയാണ്. അത് നടത്തുന്ന വിദഗ്ധന്മാർ. ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ നടക്കുന്ന 2ാമത്തെ കാല്, 2 കാല് വേണമല്ലോ, അതാണ് ഈ പ്രവാചകൻ. ഈ പ്രവാചകനൊന്നും അല്ല ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ അത് പറഞ്ഞാൽ പോരാ. അപ്പോസ്തോലീൻ എന്നാണ് പറയുന്നത്. അപ്പോസ്തോലികൻ. അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാലും പോരാ, അതിന് ഗമയില്ല, ഗുമ്മില്ല. ഈ പ്രവാചക നാടകം കളിക്കുന്ന എല്ലാ മതതിമിംഗലങ്ങളും, ഞാൻ അവരെ അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, മതതിമിംഗലങ്ങളും പ്രോസ്പെരിറ്റി ഗോസ്പൽ തിമിംഗലങ്ങൾ, അവർക്ക് അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, അപ്പോസ്തോലികൻ എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ശരിയാകുന്നത് ഗുമ്പുള്ളൂ. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ ഇടയിൽ എന്താണ് നടക്കുന്നത്? ഈ ശുദ്ധ പൊട്ടത്തരം തിരിച്ചറിയുവാനുള്ള കഴിവ് എന്തുകൊണ്ടാണ് പ്രബുദ്ധ കേരളം എന്നൊക്കെ നാം അർത്ഥശൂന്യമായി പരാമർശിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൽ വസിക്കുന്ന കേരളീയർക്ക് അത്രമാത്രം മൂളയില്ലാതെ പോയത് എന്ന് നാം അല്പം ആലോചിക്കേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്നുകൂടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഏതായാലും പ്രോസ്പെരിറ്റി ഗോസ്പൽ നടക്കാൻ ഉപയോഗിക്കുന്ന 2 കാലുകൾ, അത്ഭുത രോഗശാന്തി വിദഗ്ധർ, അക്കൂട്ടത്തിൽ ഉള്ള പല ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ട്. പെന്തക്കോസ്റ്റിൽ നിന്ന് കത്തോലിക്ക സഭ കടമെടുത്ത ഒരു പാസ്റ്ററുണ്ട്. അതുപോലെ തന്നെ തങ്കു ബ്രദറുണ്ട്, അല്ലെങ്കിൽ താരുവുണ്ട്. അദ്ദേഹത്തെ പാണ്ഡൻ താരു എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ യേശുവിനെ സ്വന്തം ഫോണിൽ പണ്ട് മീനെ വരാലിട്ട് അല്ലെങ്കിൽ മീനെ ഒറ്റാൽ കൊണ്ട് ഊന്നി, അല്ലെങ്കിൽ വലയിട്ട് പിടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ യേശു എന്ന മീനെ ഈ ടിനു ജോർജ് എന്ന് പറയുന്ന പാസ്റ്റർ കുറുക്കൻ പിടിക്കുന്ന അവൻ്റെ ഫോണിലാണ്. അപ്പോൾ ഫോണിൻ്റെ പ്രയോജനം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തെ പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്നൊരു ഉപകരണമാണ് ഫോൺ. അതുകൊണ്ട് നിങ്ങൾ വലിയ വലിയ ഫോണുകൾ വാങ്ങിച്ചുകൊള്ളണം. അപ്പോൾ ഏത് സമയത്താണ് നിങ്ങളുടെ ഫോണിൽ യേശു എന്ന മീൻ വീഴാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ വയ്യ. അതുകൊണ്ട് ഫോണ് കയ്യിൽ നിന്ന് താഴെ വെക്കരുത്. ഊണിലും ഉറക്കത്തിലും ഫോണ് കയ്യിൽ തന്നെ ഉണ്ടാകണം എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ ഒരു കാലാണ് ഈ അത്ഭുത രോഗശാന്തി വിദഗ്ധർ. 2ാമത്തെ കാലാണ് ഈ പ്രവാചകൻ, പ്രവാചകനോട് അപ്പോസ്തോലികൻ. അപ്പോൾ ആ അപ്പോസ്തോലികരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മതതിമിംഗലത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, കാരണം ഭാഷയെ അപമാനിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മോന്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വരം മാത്രമാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഇതിൻ്റെ ഓഡിയോ നിർത്തി ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യും. എനിക്ക് ആദ്യമായി ഒരു ആമുഖം എന്ന പോലെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ മതതിമിംഗലത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനേക്കാൾ മൊണ്ണയാണ്. ഈ മതതിമിംഗലത്തിൻ്റെ യേശു ക്രിസ്തു അവനേക്കാൾ മൊണ്ണയാണ്.
അതുകൊണ്ട് നിങ്ങളറിയുന്ന യേശുവും ഈ പ്രോഫറ്റ് ജിനോ ജോസിൻ്റെ യേശുവുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വിചാരിച്ചാൽ നിങ്ങൾ മണ്ടന്മാരാണ്. അങ്ങനെ സാമ്യമുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പറഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ നേരെ കുതിര കയറാൻ വരരുത്. ഏതായാലും ഈ മദത്തിമിംഗലത്തിൻ്റെ തരികിടയിലേക്ക് നമുക്ക് അല്പം ആശങ്കയോടെ പ്രവേശിക്കാം. ഇതാ കേട്ടുകൊള്ളുവീൻ. എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. ഒരു വാർത്ത വീടാണോ നിങ്ങളുടെ? ആണോ? ഒരു വാർത്ത വീട് കാണിക്കുന്നുണ്ട്. 3 മുറിയുള്ള വീടാണോ? 2 ബെഡ്റൂം, മുറി, സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാള് എല്ലാം കൂടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കണ്ടല്ലോ. കൊല്ലത്ത് നിന്ന് വന്ന ഒരു ഭാര്യയും ഭർത്താവിനെ ഇട്ട് കറക്കുന്ന പരിപാടിയാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് കാണാവുന്നതാണ്. അതിൻ്റെ ശീർഷകം ഞാനല്ല ദൈവമാണ് സംസാരിച്ചത് എന്നാണ്. അപ്പോൾ കള്ളം പറയുന്ന ദൈവത്തെ കൊണ്ടാണ് ഇദ്ദേഹം നടക്കുന്നത് എന്നത് തിരിച്ചറിയാൻ ഉള്ള കഴിവ് ജനം പ്രാപിച്ചാൽ ഈ രോഗം അവസാനിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതെന്ന് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവചനം എന്താണ്? നിങ്ങൾ താമസിക്കുന്ന വീടിന് എത്ര മുറിയാണ്? അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. പ്രവചനത്തിൻ്റെ സ്റ്റാൻഡേർഡ് പോകുന്ന പോക്കെ അത് 3 മുറിയാണ്. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭാര്യയും ഭർത്താവിനെയും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ വലിയ സാമ്പത്തിക ശേഷിയില്ല എന്ന ഒരു പ്രതീതി ഉണ്ടാകും. പക്ഷേ അങ്ങനെയല്ല. ആ സ്ത്രീക്ക് ജോലി ഉള്ളതാണ്. അപ്പോൾ അല്പം വരുമാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ വീടിന് 3 മുറിയല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷേ പ്രോഫറ്റായ ഈ ജിനോ ജോസിൻ്റെ പരിശുദ്ധാത്മാവിന് ആകെപ്പാടെ തെറ്റുപറ്റിപ്പോയി. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതാണ്ട് 1-ാം ക്ലാസ്സിൽ തന്നെ തോറ്റുപോയതാണ്. എണ്ണാൻ അറിയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കറക്റ്റ് നമ്പർ കിട്ടിയേനെ. പക്ഷേ ആ നമ്പർ കിട്ടുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് 1-ാം ക്ലാസ്സിൽ തന്നെ തൊപ്പിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോയതാണ്. അങ്ങനെ ഓടിപ്പോയ പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. നമുക്കിനി മുൻപോട്ട് പോകാം. അങ്ങനല്ല, ഞാൻ നടന്ന കാര്യം പറയാം. ഈ വാർത്ത വീടിൻ്റെ Introducing the magnetic camera, your new go-to device for keeping tabs on your surroundings. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ കൂടെ വീഡിയോയുടെ അഡ്വർടൈസ്മെന്റും കൂടെ വന്ന് ഞാൻ എന്ത് ചെയ്യാനാ? ഗീത. ഓക്കെ. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹത്തെ കാണാൻ കൊല്ലത്ത് നിന്ന് വന്ന ഭാര്യയും ഭർത്താവും. ഭാര്യയുടെ പേര് ഗീത എന്നാണ്. അപ്പോൾ ഇദ്ദേഹം അവരുടെ പേര് ചോദിച്ച് മനസ്സിലാക്കുന്ന വിധം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഓരോരുത്തരും സംസാരിക്കുന്ന രീതിയിൽ കൂടെ അവർ എപ്രകാരമുള്ള വ്യക്തിത്വങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ചോദിക്കുന്നു, നിൻ്റെ പേരെന്താണ്? അപ്പോൾ അവർ പറയുന്നു ഗീത. അപ്പോൾ അദ്ദേഹം ആ പേരിനെ കൈകാര്യം ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗീത. അതായത് നിങ്ങൾ ചൂണ്ടയിട്ട് മീനിനെ പിടിച്ചിട്ടുണ്ടോ? ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇരയിട്ട് ആ ചൂണ്ട കൊളുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ മീൻ അങ്ങോട്ട് പിടിക്കും. അപ്പോൾ ഇങ്ങോട്ട് ഒന്ന് പിടിച്ചു ഒരു ഒറ്റ പിടിയാണ്. അതേ പിടിയാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പാവപ്പെട്ട ഗീത എന്ന് പറയുന്ന സ്ത്രീ അദ്ദേഹത്തിൻ്റെ ചൂണ്ടയിൽ കുരുങ്ങുന്ന ഒരു മീനാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരെ മീനെ പിടിക്കുന്ന പോലെ പിടിക്കരുത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നിങ്ങൾ മീൻ പിടിക്കുന്നവരാണ്. ഇപ്പോൾ മീൻ പിടിക്കുന്നവരാണ്, മനുഷ്യരെ മീനിനെ പോലെ പിടിക്കുന്നവരാണ് അപ്പോസ്തോലികന്മാരായും പ്രവാചകന്മാരായും കേരളത്തിൻ്റെ മണ്ണിൽ ഊടാടി നടക്കുന്നത്. ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് നടക്കുന്നതെന്ന് വേദപുസ്തകം പറയുന്നത് പോലെ. ഇനി നമുക്കപ്പോൾ ഈ സംസാര രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. ഗീത നിങ്ങളുടെ പേര് ഗീത എന്നാണോ എന്ന് ചോദിച്ചാൽ പോരെ. പക്ഷേ പ്രവാചകൻ അത് പോരാ. കാരണം അതിനൊരു ഗുമ്മ വേണം. ഗീത നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാം കൂടെ അങ്ങനല്ല, ഞാൻ നടന്ന കാര്യം പറയാം. ഈ വാർത്ത വീടിൻ്റെ അകത്ത് ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇന്ന് ആ വീട്ടിൽ, അമ്മയുടെ പേരെങ്ങനെയായിരുന്നു? ഗീത. ഓക്കെ. ഗീത സിസ്റ്ററെ,
നിങ്ങളുടെ വീട്ടിലോട്ട് വരട്ടെ? അയ്യോ പോയി, വരട്ടെ? ഈ കുടുംബം കലകി. താല്പര്യമില്ല അല്ലേ വരാൻ? അവർക്ക് പേടിയായി, കാരണം വരട്ടെ? ഇവന്റെ നിപ്പ് കണ്ടാൽ ആരും പേടിച്ചു ഇപ്പൊ പോകും. വരുവാ, അയ്യോ ഞാൻ പോയി. അതിനകത്തോട്ട് കയറാൻ പോവാ ഇപ്പൊ. അയ്യോ അയ്യോ. കണ്ട ഈ വരാൻ പോവാ. ഈ മതത്തിമിംഗലം ഞാൻ അവിടെ അവരുടെ വീട്ടിൽ കയറാൻ പോകുമ്പോൾ മറുഭാഷ പറയുന്നു. വീടുമായി ബന്ധപ്പെട്ട വസ്തുവുമായി ബന്ധപ്പെട്ട ഒരു കുരുക്ക് ദൈവം ഇന്ന് അഴിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്തിൻ്റെയും ജോലി, ഈ മതത്തിമിംഗലം ദൈവത്തിന് കൊടുക്കുന്ന ജോലി, ദൈവത്തിന് കൊടുക്കുന്ന പണി എന്താണ്? അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളുടെ വീട്ടിൽ കയറി ചെന്ന് അവിടെയുള്ള വസ്തു സംബന്ധമായ കുരുക്ക് അഴിക്കും. അപ്പോൾ അഴിക്കുന്ന ദൈവത്തെ, നമുക്ക് സൃഷ്ടികർത്താവ് ദൈവത്തെ അല്പം പരിചയമുണ്ട്. ഈ അഴിക്കുന്ന ദൈവത്തെ നിങ്ങൾ ഇദ്ദേഹത്തിൽ കൂടെ മാത്രമേ പരിചയപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പം കൂടുതലായി നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ആത്മധൈര്യവും പ്രത്യാശയും വർദ്ധിക്കട്ടെ. അഴിക്കും അഴിക്കും അഴിക്കും. പരിശുദ്ധാത്മാ പറയുന്ന ഇതിന്റെ അകത്തൊരു പണി നടക്കും. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ്, പണ്ടൊക്കെ ആളുകൾ പറഞ്ഞ് പരിശുദ്ധാത്മാവ് കയറിയാൽ മറുഭാഷയിൽ സംസാരിക്കും. എന്നാൽ ഈ പ്രവാചകനായ ജിനോ ജോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും പരിശുദ്ധാത്മാവ് മറുഭാഷയിലല്ല സംസാരിക്കുന്നത്, തെമ്മാടികളുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരു പണി നടക്കും. ഇതാ കേട്ടോളൂ. പരിശുദ്ധാത്മാ പറയുന്ന ഇതിന്റെ അകത്തൊരു പണി നടക്കും. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഞാൻ എന്നോട് ഇത് പറയുമ്പോഴേ ഞാൻ ചില ഉള്ളടയാ കാണുന്നത്, അകത്തോട്ടാ കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ മണ്ഡലത്തിൽ എനിക്കത് ഞാൻ കാണുന്ന കാഴ്ച ഒരു നിരപ്പായ റോഡ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. കൊല്ലത്തെ റോഡുകൾ നിരപ്പാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ചില റോഡുകൾ ചിലത് കയറ്റം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കൊല്ലത്തെ നിരപ്പാണ്. അപ്പോൾ മിടുക്കൻ കൊടവയറിനകത്ത് പോലും അദ്ദേഹത്തിൻ്റെ ബ്രെയിനാണ്, തലച്ചോറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കൊല്ലത്തെ റോഡ് നിരപ്പാണെന്ന് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് ഇയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഹല്ലേലൂയ പറയുന്നു, മറുഭാഷ പറയുന്നു. അയ്യോ, എന്തൊരു ആത്മീയമായ നിറവാണ്. നിങ്ങൾ കാണുക. കയറ്റം അങ്ങനെയൊക്കെയുള്ളൊരു വഴി എന്നെ കർത്താവ് കാണിക്കുന്നു. നിരപ്പാണ്, പക്ഷേ കയറ്റമാണ്. നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത് അല്ല, കയറ്റമല്ല, ചെറിയ കയറ്റമല്ലയോ. പരിശുദ്ധാത്മാവിന് പറ്റുന്ന മണ്ടത്തരം. നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഒരു നഴ്സറി സ്കൂളിൽ ചേർത്താൽ തോറ്റുപോകും. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനം കൊണ്ടാണ് ഇദ്ദേഹം കോടികൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മൊണ്ണത്തരം എത്ര ഭീകരമാണ് എന്ന് മനസ്സിലാക്കാൻ മറ്റെന്തെങ്കിലും അടിസ്ഥാനം, മറ്റെന്തെങ്കിലും തെളിവ് ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ആവശ്യമുണ്ടോ? കേട്ടുകൊള്ളുവീൻ. പൊക്കത്തിന് പൊക്കം എന്നാ പറയുന്നത്, അല്ല എന്താ പറയുന്നത്? ആശ്രമം പോയി ഉണ്ട്. ആശ്രമം എന്ന് പറയും, ഇദ്ദേഹം ചിന്തിക്കുകയാണ്. ആശ്രമം എന്ന് പറയുമ്പോൾ അത് ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തിക്കുന്നതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ചിന്തിക്കുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന ശബ്ദം എന്താണ് എന്ന് നിങ്ങൾക്കാർക്കും നാളിതുവരെ ഒരു വിധത്തിലും വെളിപ്പെട്ടു വന്നിട്ടില്ല. എനിക്കും ഈ പ്രവാചകൻ്റെ പരിശുദ്ധാത്മാവ് ചിന്തിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന ശബ്ദം, അത് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കി, കാരണം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ആത്മീയ വർധന വരുന്ന കാര്യമാണ്. ആത്മീയ വർധന വന്നില്ലെങ്കിലും സമ്പത്ത് വർദ്ധിക്കും. പ്രോസ്പെറിറ്റി ഗോസ്പലാണല്ലോ ഏതായാലും. റോഡിന്റെ വലതുവശത്തിരിക്കുന്ന വീടാണോ?
അല്ല ആണോ? അല്ല അകത്തോട്ട് കയറുന്നു. കൊല്ലത്ത് കൊല്ലത്തെ റോഡ് കൊല്ലത്തെ റോഡുകൾ താറിട്ടതാണ് എന്ന് പരിശുദ്ധാത്മാവ് വേണോ ഈ തിമിംഗലത്തിന് മനസ്സിലാക്കി കൊടുത്താൽ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുവിൻ. കൊല്ലത്തെ റോഡ് താറിട്ടതാണ് എന്ന് ഈ ഈ കിഴങ്ങൻ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മനസ്സിൽ വന്ന് ഓതണം. എന്ന് മാത്രവുമല്ല, പരിശുദ്ധാത്മാവിന് ഇടതാണോ വലതാണെന്ന് അറിയില്ല. അപ്പം റോഡിൻ്റെ അരികിലാണോ ഇരിക്കുന്നത്, ഉള്ളിലാണോ അറിയില്ല. അപ്പോൾ ആകെപ്പാട് തെറ്റിപ്പോയി. പരിശുദ്ധാത്മാവ് ഇന്ന് ഇടങ്കാല് ചവിട്ടിയാണ് കട്ടിൽ നിന്ന് എഴുന്നേറ്റത്. ചവിട്ടുന്നിടത്ത് മുഴുവനും തെറ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് അദ്ദേഹം കോടികൾ ഉണ്ടാക്കുന്നുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. വലത്തോട്ട് കയറി ആണോ? റോഡാണോ? ഞാൻ കാണുന്നില്ല, വീതിയുള്ള റോഡാ കാണുന്നത്. വീതിയുള്ള റോഡിന്റെ ഇത് ഏതാണ്ട് ഒരു ചെറിയ ഹൈവേ ആണല്ലോ ഇത്. ഏതാ അത്? ഈ റോഡ് എങ്ങോട്ടുള്ളതാ? റോഡ് നായർ ഹോസ്പിറ്റലിന്റെ റോഡാണ്. നല്ല വീതിയുള്ള റോഡാ കാണിക്കുന്നത്. എന്നെ അങ്ങനെ കാണിച്ചിട്ട് അതുവഴി അകത്തോട്ട് കയറി വലതുവശത്തിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുന്നു. അപ്പോൾ ആദ്യം ഇത് പരിശുദ്ധാത്മാവിൽ ദർശനം പ്രാപിച്ചത് ഇവരുടെ വീട് വലിയ വീതിയുള്ള റോഡിൻ്റെ സൈഡിലിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, അകത്തോട്ട് കയറിയിട്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഏതാണ്ട് അല്പം കൂടെ ബോധം വന്നു. അപ്പം ഇപ്പോൾ പ്രവാചകനെ അകത്തോട്ട് കയറുകയാണ്. അപ്പം വീട് റോഡ് സൈഡിലാണ് എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഓടിക്കയറാൻ നോക്കിയ പ്രവാചകൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ പൊങ്കൻ ശരീരവും കൊണ്ട് അകത്തോട്ട് കയറേണ്ടി വരികയാണ്. പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തെ ഇട്ട് വട്ടം കറക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഇങ്ങനെ ചെയ്യരുത്, ഈ കിഴങ്ങനെ ഇട്ട് നിങ്ങൾ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കരുത്. ശരിയാണോ? ഉണ്ട്. ഉണ്ട്. ആമേൻ. അവിടെ എന്നെ കർത്താവ് കാണിച്ചിട്ട് പറയുന്നു, ഇന്ന് അതിൻ്റെ അകത്തൊരു അത്ഭുതം ദൈവം ചെയ്യും. ആ വസ്തുവിന്റെ വലിയ അത്ഭുതം ചെയ്യും. അത് ചെയ്യുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കാതെ പറയാം, ഒരു ഏളം മഞ്ഞ പോലത്തെ പെയിന്റ് അടിച്ചൊരു വീടാണോ? അല്ല, പരിശുദ്ധാത്മാവിന് നിറം കണ്ടാൽ തിരിച്ചറിയത്തില്ല. ഇപ്പം സാധാരണ വീടുകളിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഏതാണ്ട് 1, 2 വയസ്സ് 3 വയസ്സാകുമ്പോൾ അവരെ പല വിധത്തിലുള്ള കളറുകൾ തിരിച്ചറിയാൻ പരിശീലനം മാതാപിതാക്കന്മാർ തന്നെ ചെയ്യുന്നതാണ്. ഇവൻ്റെ പരിശുദ്ധാത്മാവിന് ആ പരിശീലനം പോലും ലഭിച്ചില്ല. വീട് ഇരിക്കുന്ന എവിടെയാണെന്ന് പരിശുദ്ധാത്മാവിന് അറിയില്ല. റോഡ് സൈഡിലാണോ ഉള്ളിലോട്ട് കയറിയാണോ അറിയില്ല. കയറ്റമാണോ ഇറക്കമാണോ അറിയില്ല. വീടിന് എത്ര മുറിയുണ്ട് അത് തെറ്റിപ്പോകുന്നു. വീട് പെയിൻറ് ചെയ്തിരിക്കുന്ന നിറം എന്താണ് അത് തെറ്റിപ്പോകുന്നു. ഈ പരിശുദ്ധാത്മാവിനെ നമുക്കും വേണം. ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഉപജീവനം കഴിക്കാൻ കഴിവുള്ള ഈ അപ്പോസ്തോലിക അല്ലെങ്കിൽ പ്രവാചക തിമിംഗലത്തെ നിങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ സ്വത്തും വാരിക്കൊണ്ട് ഇദ്ദേഹം മടങ്ങി വരും. അത്ര കഴിവുള്ളവനാണ്.